Hello dear students, welcome to Madroot. നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 4-year ഡിഗ്രി BSc മാത്സിലെ ഫസ്റ്റ് സെമസ്റ്ററിലെ മേജർ കോഴ്സ് ആയിട്ടുള്ള ഡിഫറൻഷ്യൽ കാൽക്കുലസിലെ ഒരു കുറഞ്ഞ ടോപ്പിക്സ് ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എന്താണ് സെറ്റ്, എന്താണ് കാർട്ടീഷ്യൻ പ്രൊഡക്റ്റ് അതായത് ക്രോസ് പ്രൊഡക്റ്റ്, അതേപോലെ എന്താണ് റിലേഷൻ, ഫംഗ്ഷന്റെ ഡൊമൈൻ എന്താണ്, കോഡൊമൈൻ, റേഞ്ച്, 1 ഓൺ ടു ഫംഗ്ഷൻ, ഇങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആദ്യം ആ വീഡിയോ വാച്ച് ചെയ്യാം, എന്നിട്ട് നിങ്ങൾ ഈ വീഡിയോയിലേക്ക് വരുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് മൊഡ്യൂളുള്ള ഫസ്റ്റ് ടോപ്പിക് ആയിട്ടുള്ള ഫംഗ്ഷൻസ് എന്നുള്ള ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ യൂണിവേഴ്സിറ്റി പറയുന്ന ടെക്സ്റ്റ് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. നിങ്ങൾ ഫംഗ്ഷൻ എന്താണെന്ന് മനസ്സിലാക്കുന്നതിന് മുന്നേ നമുക്കറിയാം ഒരു സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം. ഏതാണ്? ഒരു സർക്കിള് നമ്മുടെ കയ്യിലുണ്ട്. ഓക്കെ, സപ്പോസ് എന്താണ്, നമ്മുടെ കയ്യിൽ ഒരു സർക്കിൾ ആണ്. ഈ സർക്കിളിന്റെ റേഡിയസ് എന്താണ്? നമ്മൾ അതിനെ R എന്ന് എടുത്തു. ഓക്കെ, R എന്താണ്? ഇതിന്റെ റേഡിയസ് ആണ്. നമുക്കറിയാം സർക്കിളിന്റെ റേഡിയസ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താണ്? ഏരിയ ഈക്വൽ ടു പൈ R സ്ക്വയർ ആണ് ഇക്വേഷൻ. നോക്കൂ, ഇത് എനിക്ക് പറയുന്ന ഒരു ഫംഗ്ഷൻ ആണ്. അതിന്റെ റീസൺ എന്താണ്? ഇപ്പൊ നോക്കൂ, ഞാൻ ഇവിടെ R-ന് എന്ത് വാല്യൂ കൊടുക്കുന്നു അപ്പൊ അതിനനുസരിച്ച് എനിക്ക് ഏരിയ, ഓരോ ഏരിയാസ് കിട്ടും. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? റേഡിയസ് 1 ആണെങ്കിൽ എനിക്ക് എന്താണ് ഏരിയ കിട്ടുക? ഏരിയ A ഈക്വൽ ടു പൈ ഇൻറ്റു R നമ്മൾ 1 കൊടുത്തു, 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണല്ലോ. സോ പൈ എന്നാണ് ആൻസർ കിട്ടുക. നോക്കൂ, ഞാൻ R-ന് റേഡിയസിന് ഞാൻ 3 കൊടുത്തു, സപ്പോസ് 3 കൊടുത്തു. അപ്പൊ എനിക്ക് എന്താ ഏരിയ കിട്ടുക? ഏരിയ ഈക്വൽ ടു പൈ ഇൻറ്റു R സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 സ്ക്വയർ. അപ്പൊ നോക്കൂ, 3 സ്ക്വയർ നമുക്കറിയാം 9 ആണ്. 9 ഇൻറ്റു പൈ എന്ന് പറയുമ്പോൾ 9 പൈ. നോക്കൂ, ഞാൻ എന്ത് വാല്യൂ R-ന് കൊടുക്കുന്നു അതിനനുസരിച്ച് എനിക്ക് ഓരോ ഏരിയാസ് ആണ് കിട്ടുന്നത്. R 1 കൊടുത്തപ്പോൾ ഏരിയ 5 എന്ന് കിട്ടി. R 3 കൊടുത്തപ്പോൾ ഏരിയ എത്ര കിട്ടി? 9 പൈ എന്ന് കിട്ടി. അപ്പൊ നമ്മൾ എന്ത് ഇൻപുട്ട് കൊടുക്കുന്നോ അതിനനുസരിച്ച് നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. ഇതാണ് ഫംഗ്ഷന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ലോജിക്ക്. ഒരു ഇൻപുട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന വാല്യൂ, അതാണ് ഇൻപുട്ട്. ആ വാല്യൂസിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡൊമൈൻ. ഓക്കെ, നമ്മുടെ ഇൻപുട്ട് വാല്യൂസ് ആണ് എന്ത്? നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത്. ഫംഗ്ഷന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന വാല്യൂ. നമുക്ക് ഇങ്ങോട്ട് കിട്ടുന്ന ഔട്ട്പുട്ട് ഉണ്ടല്ലോ, അതിനെ നമ്മൾ റേഞ്ച് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഔട്ട്പുട്ട് വാല്യൂസ് ആണ് എന്ത്? നമ്മുടെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് ഫംഗ്ഷന്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഐഡിയ. അപ്പൊ ഇതെന്താണ്? ഏരിയ എന്നുള്ളത് എന്താണ്? ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ ഇത് R എന്നുള്ള വേരിയബിൾ ആണല്ലോ. R അല്ലേ നമ്മൾ ഓരോ വാല്യൂസ് കൊടുക്കുന്നത്? R അല്ലേ? അപ്പൊ ഇത് റേഡിയസ് ഉള്ള R എന്നുള്ള വേരിയബിൾ ഒരു ഫംഗ്ഷൻ ആയിട്ട് നമുക്ക് ഈ ഏരിയനെ പറയാം. ഓക്കെ, നിങ്ങൾ ഇവിടെ നോട്ട് ചെയ്യേണ്ട വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമുണ്ട്. നമ്മൾ R-ന് എന്ത് വാല്യൂ കൊടുക്കുന്നു, Aക്ക് നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരേ ഒരു വാല്യൂ കിട്ടുള്ളൂ. ഇപ്പൊ R-ന് ഒരു 1 എന്നുള്ള വാല്യൂ കൊടുത്താൽ Aക്ക് നമുക്ക് 2 വാല്യൂ കിട്ടില്ല. ഓക്കെ, ഒരേ ഒരു വാല്യൂ കിട്ടുള്ളൂ. അപ്പൊ ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും Aക്ക് നമുക്ക് ഒരു യുണീക്ക് ആയിട്ടുള്ള വാല്യൂ ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഈ ഏരിയ എന്നുള്ളത് എന്താണ്? ഒരു ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, ഇനി നോക്കൂ, ഇനി നമ്മൾ ഇൻപുട്ട് ചെയ്യുന്ന വാല്യൂ നമ്മൾ എക്സ് എന്ന് നമുക്ക് ഇതിനെ ജനറൽ ആയിട്ട് പറയണം. ഇപ്പൊ നമ്മളൊരു റേഡിയസ് എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ച്, അല്ലെങ്കിൽ ഏരിയ എന്നുള്ള ഒരു കൺസെപ്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഫംഗ്ഷനെ പറഞ്ഞത്. ഇത് നമുക്ക് മൊത്തത്തിൽ കോമൺ ആയിട്ട് പറയണം, ജനറൽ ആയിട്ട് പറയണം. ഇപ്പൊ നമുക്ക് ഇൻപുട്ട് വാല്യൂസിന് എക്സ് എന്ന് എടുക്കാം. നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന വാല്യൂ, നമുക്ക് അതിന് ഒരു വാല്യൂ കിട്ടുമല്ലോ ഔട്ട്പുട്ട് ആയിട്ട്, അത് നമ്മൾ y എന്ന് എടുക്കാം. ഓക്കെ, അപ്പൊ നമ്മുടെ ഡൊമൈനിലുള്ള പോയിന്റ് ആണ് എന്ത്? ഡൊമൈൻ വാല്യൂ ആണ് എക്സ്. നമുക്ക് കിട്ടുന്ന വാല്യൂ ആണ് എന്ത്? റേഞ്ച്. ഓക്കെ, അതാണ് ഇപ്പൊ നമുക്ക് എന്ത് പറയാം? y എന്നുള്ളത് റേഞ്ച് ആണ്, റേഞ്ചിലൊരു പോയിന്റ് ആണ്. നമുക്ക് ഈ എക്സിന്റെ ഇമേജ് ആണ് y എന്നാണ് നമ്മൾ പറയാം. എക്സിന്റെ ഇമേജ് ആണ് ആര്? y. നമ്മൾ ഈ എക്സിന്റെ ഇമേജിനെ വേറൊരു രൂപത്തിലും ഡിനോട്ട് ചെയ്യും. എങ്ങനെ? f(x) എന്ന് എഴുതും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ എക്സിന്റെ ഇമേജിന് നമ്മൾ ഒന്നുകിൽ f(x) അല്ലെങ്കിൽ y എന്ന് എഴുതും. ഓക്കെ, അപ്പൊ നമുക്കൊരു ഫംഗ്ഷനെ നമുക്ക് ജനറൽ ആയിട്ട് എങ്ങനെ എഴുതാം? y ഈക്വൽ ടു f(x). ഇതാണ് നമ്മൾ ഫംഗ്ഷനെ നമ്മൾ ജനറൽ ആയിട്ട് നൊട്ടേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ഒരു സിമ്പൽ. ഓക്കെ, ഇനി നമ്മൾ നോട്ട് ചെയ്യേണ്ട മറ്റൊരു കാര്യം, ഇതിലെ എക്സിനെ നമ്മൾ പറയാം ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്നാണ് നമ്മൾ പറയാം. ഇൻഡിപെൻഡന്റ് വേരിയബിൾ. ഓക്കെ, ഇതിൽ എക്സിനെ നമ്മൾ എന്ത് പറയും? ഇൻഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയും. അപ്പൊ നമുക്ക് y നമുക്ക് എന്ത് പറയാം? ഡിപെൻഡന്റ് വേരിയബിൾ എന്ന് പറയാം. ഡിപെൻഡന്റ് വേരിയബിൾ. എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ പറയാൻ കാരണം? എക്സിന് നമുക്ക് എന്ത് വാല്യൂ കൊടുക്കാം, അത് മറ്റാരെയും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഓക്കെ, പക്ഷെ എക്സിന് എന്ത് കൊടുക്കുന്നോ അതിനനുസരിച്ചായിരിക്കും നമുക്ക് y വാല്യൂ കിട്ടുന്നത്. അപ്പൊ y ആരെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്? എക്സിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് y നെ
നമ്മൾ ഡിപ്പെൻഡന്റ് വേരിയബിൾ എന്ന് പറയുന്നത്. എക്സിന് എന്ത് വാല്യൂ കൊടുക്കുന്നോ അതിനനുസരിച്ചാണ് നമുക്ക് y കിട്ടുക. അപ്പോൾ നമുക്ക് എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിളും y എന്താണ് ഡിപ്പെൻഡന്റ് വേരിയബിൾ ആണ് നമ്മൾ പറയാം. ഓക്കെ, ഇനി നമുക്ക് ഫംഗ്ഷന്റെ ഡെഫിനിഷനിലേക്ക് പോവാം. എന്താണ് ഫംഗ്ഷൻ നമുക്ക് ജസ്റ്റ് നോക്കാം. എ ഫംഗ്ഷൻ ഫ്രം എ സെറ്റ് ഡി ടു എ സെറ്റ് ആർ. ഓക്കെ, അപ്പോൾ ഒരു സെറ്റ് ഡി നിന്ന് ഡി എന്നുള്ള ഒരു സെറ്റ് ഉണ്ട്, മറ്റൊരു സെറ്റ് ആറിലേക്ക് ഒരു ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു റൂളാണ്. ഇറ്റ് ഈസ് എ റൂൾ. ഓക്കെ, നമുക്ക് അങ്ങനെ ജസ്റ്റ് ഒരു എഫ് എന്ന് എഴുതാം വേണമെങ്കിൽ. അപ്പൊ ഡി എന്നുള്ള സെറ്റിൽ നിന്ന് ആർ എന്നുള്ള സെറ്റിലേക്കുള്ള ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, അതൊരു റൂളാണ്. ദാറ്റ് അസൈൻസ് എ യുണീക്ക് എലമെന്റ് എഫ് ഓഫ് എക്സ് ഇൻ ആർ. ഓക്കെ, ടു ഈച്ച് എലമെന്റ് എക്സ് ഇൻ ഡി. നമ്മൾ ഡിയിലുള്ള ഏത് എലമെന്റ് എക്സ് എടുത്തു കഴിഞ്ഞാലും അതിനനുസരിച്ച് ഒരേ ഒരു എലമെന്റ്, ഒരു യുണീക്ക് എലമെന്റ് ആറിൽ നമുക്ക് കിട്ടും. അതെന്തായിരിക്കും, എഫ് ഓഫ് എക്സ് ആയിരിക്കും. ഓക്കെ, അപ്പൊ എക്സ് എന്നുള്ള ഒരു എലമെന്റ് ഡിയിൽ എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു യുണീക്ക് ആയിട്ടുള്ള ഒരു എലമെന്റ് ആറിൽ എഫ് ഓഫ് എക്സ് ഉള്ള ഒരു എലമെന്റ് യുണീക്ക് എലമെന്റ് കിട്ടുന്ന ഒരു റൂൾ ഉണ്ട്. ആ റൂളിനെയാണ് നമ്മൾ എന്ത് പറയാ, സിമ്പിൾ ആയിട്ട് ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ ഏതോ ഒരു റൂൾ വെച്ചിട്ടായിരിക്കും നമുക്ക് എക്സിന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എഫ് ഓഫ് എക്സ് ഇവിടെ കിട്ടുക. ഓക്കെ, ഇനി എഫ് ഓഫ് എക്സ് നമ്മൾ എന്ത് പറയും, വേണമെങ്കിൽ നമുക്ക് y എന്ന് വിളിക്കാം. അപ്പൊ നമ്മൾ എക്സ് കൊടുത്താൽ നമുക്ക് എഫ് ഓഫ് എക്സ് ആ കിട്ടുക, അല്ലെങ്കിൽ y ആണ് കിട്ടുക. ഓക്കെ, നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾ നോക്കാം. എന്താണ് എക്സാമ്പിൾ നോക്കൂ. ബൈ ഗിവിംഗ് എ ഫോർമുല സച്ച് ആസ് y equal to x square. നമ്മൾ എന്ത് ചെയ്യാം, y equal to x square എന്നുള്ള ഫോർമുല എടുക്കുക. ഓക്കെ, ദാറ്റ് യൂസസ് എ ഡിപ്പെൻഡന്റ് വേരിയബിൾ y to denote the value of the function or. അതുകൊണ്ട് നമുക്ക് ഒന്നുകിൽ ഒരു ഫംഗ്ഷൻ, നമുക്കൊരു എക്സാമ്പിൾ ആയിട്ടാണ് എടുക്കുന്നത്. ഇവിടെ y equal to x square, ഇതെന്താണ്, ഇതൊരു ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആണ്. ഓക്കെ, ഇതൊരു ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആണ്. ഒന്നുകിൽ നമുക്ക് ഇവിടെ എക്സ് ഇൻഡിപെൻഡന്റ് വേരിയബിൾ ആണ്, y ഡിപെൻഡന്റ് വേരിയബിൾ ആണ്, നമുക്ക് അങ്ങനെ എഴുതാം. അല്ലെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം, ബൈ ഗിവിംഗ് എ ഫോർമുല സച്ച് ആസ് എഫ് ഓഫ് എക്സ് ഇക്വൽ എക്സ് സ്ക്വയർ, അങ്ങനെയും എഴുതാം. അതായത് y എന്ന് പറഞ്ഞാൽ എന്താണ്, എഫ് ഓഫ് എക്സ് ആണല്ലോ. അപ്പൊ നമുക്ക് y ക്ക് വരെ എഫ് ഓഫ് എക്സ് കൊടുക്കാം, y equal to x square, f of x equal to x square. അപ്പോൾ നമ്മൾ നോർമലി കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. ഓക്കെ, അപ്പോൾ എന്താണ്, y equal to x square എന്നുള്ള ഒരു ഫംഗ്ഷന്റെ എക്സാമ്പിൾ ആണ്. അതേപോലെ നമുക്ക് എന്തും പറയാം, അതിനെ f of x equal to x square എന്ന് പറയാം. ഇത് രണ്ടും എന്താണ്, ഒരേ ഐഡിയ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് ഇവാലുവേഷൻ. അതായത് ഒരു ഫംഗ്ഷന്റെ വാല്യൂസ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. ഓക്കെ, ആസ് വി സെഡ് ഏർലിയർ, മോസ്റ്റ് ഓഫ് ദി ഫംഗ്ഷൻ ഇൻ ദിസ് ബുക്ക് വിൽ ബി റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ. നമ്മൾ ഈ ടെക്സ്റ്റ് ബുക്കിലെ ഫംഗ്ഷൻസിനൊക്കെ നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്നാ പറയാം. ഇനി എന്താണ് റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്ന് നോക്കാം. റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ഓഫ് എ റിയൽ വേരിയബിൾ, ഫംഗ്ഷൻസ് ഹൂസ് ഡൊമൈൻ ആൻഡ് റേഞ്ച് ആർ സെറ്റ്സ് ഓഫ് റിയൽ നമ്പേഴ്സ്. നമ്മൾ എടുക്കുന്ന ഫംഗ്ഷന് ഡൊമൈനും റേഞ്ചും ഉണ്ടല്ലോ. ഇതാണ് ഡൊമൈന്, ഇതാണ് റേഞ്ച്. ഈ ഡൊമൈനും റേഞ്ചും നമ്മൾ എന്ത് ചെയ്യുക, റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് എടുക്കുക. നമ്മൾ ഫസ്റ്റ് ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് റിയൽ നമ്പേഴ്സിന്റെ സെറ്റ്. ആ ഡൊമൈനും റേഞ്ചും റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ അത്തരം ഫംഗ്ഷൻസ് നമ്മൾ റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് എന്നാ പറയാം. ഓക്കെ, അപ്പൊ ഈ ടെക്സ്റ്റിൽ നമ്മൾ എന്താണ് പറയുന്നത്, ഡൊമൈനും റേഞ്ചും റിയൽ നമ്പേഴ്സിന്റെ സെറ്റ് ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് പറയും, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻ എന്ന് പറയും. ഓക്കെ, ഇനി നമുക്ക് എങ്ങനെ ഓരോ ഫംഗ്ഷന്റെ വാല്യൂസ് കണ്ടുപിടിക്കാൻ പറ്റും നോക്കാം. അപ്പൊ ഫസ്റ്റ് എക്സാമ്പിൾ നോക്കാം. ദി വോളിയം v ഓഫ് എ ബോൾ solid sphere of radius r is given by the formula അല്ലെങ്കിൽ ഫംഗ്ഷൻ. അപ്പൊ നമുക്കറിയാം, ഒരു ബോൾ, നമ്മളൊരു ഫുട്ബോൾ ഒക്കെ എടുക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഒരു ബോൾ എടുക്കുക, ആ ബോളിന്റെ വോളിയം, ഓക്കെ, അത് നമ്മൾ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാലോ, വോളിയം ഈക്വൽ ടു 4/3 πr³ ആണ്. കാരണം ഒരു ഇങ്ങനത്തെ ഒരു നമ്മുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ബോൾ ഉണ്ട്. ഓക്കെ, ഇങ്ങനത്തെ ഒരു ബോൾ നമ്മുടെ കയ്യിലുണ്ട്. ഈ ബോളിന്റെ റേഡിയസ് എന്താണ്, സപ്പോസ് ഇതിന്റെ റേഡിയസ് എന്താണ്, 6 ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ വോളിയം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ നമുക്കറിയാം 4/3 πr³ ആണ്. ഓക്കെ, ഇനി നോക്കൂ, ഇപ്പൊ ബോളിന്റെ റേഡിയസ് 3 സെന്റിമീറ്റർ ആണെങ്കിൽ, 3 മീറ്റർ ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും വാല്യൂ കിട്ടുക, വോളിയം കിട്ടുക. നമുക്ക് എന്ത് ചെയ്യാം, ഇവിടെ 6ന് ഈ 3 എന്ന് കൊടുത്താൽ മതി. അപ്പൊ വോളിയം നോക്കൂ, ഇത് 6ൽ എന്ത് കൊടുക്കുന്നോ, 6 എന്ത് കൊടുക്കുന്നോ അതിനനുസരിച്ച് നമുക്കൊരു വോളിയം കിട്ടും. അപ്പൊ ഇതെന്താണ്, 6 എന്നുള്ള വേരിയബിൾ ഒരു ഫംഗ്ഷൻ ആണ് ഈ സാധനം, ഈ വോളിയം. ഓക്കെ, നമ്മൾ ഇതിനെ v of r എന്ന് എഴുതാം. v of r equal to 4/3 πr³. ഇത് നോക്കൂ, ഇത് നമ്മൾ 6 നമ്മൾ 3 കൊടുത്തു കഴിഞ്ഞാൽ v of 3 equal to 4/3 into pi into r³ ഉള്ളിടത്ത് എന്താവും, 3³ വരും. ഓക്കെ, കാരണം റേഡിയസ് നമ്മൾ 3 എന്ന് കൊടുക്കുക. 3³ 3 into 3 into 3 27 ആണ്. പിന്നെ 27ഉം ഈ താഴെ 3യും കട്ട് ചെയ്തിട്ട് എന്താവും, അത് 9 ആവും. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ഒരു 3യും ഒരു 3 ഇവിടെ നിന്ന് കട്ട് ചെയ്യാം, ബാക്കി ഇവിടെ 3 സ്ക്വയർ ഉണ്ടാവും. 3 സ്ക്വയർ 9 ആണ്, 9 into 4 36 ആണ്. പിന്നെ അവിടെ പൈ ബാക്കിയുണ്ട്. അപ്പോൾ നമ്മുടെ ആൻസർ എത്ര കിട്ടുക,
36 പൈ മീറ്റർ ക്യൂബ് എന്നാണ് കിട്ടുക. നോക്കൂ, റേഡിയസ് 3 ആകുമ്പോഴുള്ള ഈ സ്ഫിയറിന്റെ വോളിയം എത്രയാണ്? 36 പൈ മീറ്റർ ക്യൂബ് ആണ്. നമുക്ക് വേറൊരു എക്സാമ്പിൾ നോക്കാം. Suppose that the function f is defined for all real numbers t by the formula f of t equal to 2 into t minus 1 plus 3. നമുക്കൊരു ഫംഗ്ഷൻ തന്നിട്ടുണ്ട്. ഏത് വേരിയബിൾ ആണ് ഫംഗ്ഷൻ ഉള്ളത്? t എന്നുള്ള വേരിയബിൾ ആണ് ഫംഗ്ഷൻ ഉള്ളത്. നോക്കൂ, ഇക്വേഷൻ ഇതാണ് നമുക്ക് തന്നിട്ടുള്ളത്. Evaluate f at the input value 0, 2, x plus 2 and f of 2. ഈ വാല്യൂസിലൊക്കെ എഫിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ പോയിന്റ്സിലൊക്കെ ഇൻപുട്ട് വാല്യൂസിലൊക്കെ എഫിന്റെ വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാം. നമുക്ക് ആദ്യത്തെ വാല്യൂ എന്താണെന്ന് നോക്കാം. ഇപ്പൊ 0, നമുക്ക് ടിക്ക് 0 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുക എന്നാണ് നമുക്ക് ആദ്യം നോക്കേണ്ടത്. നോക്കൂ, എന്ന് പറഞ്ഞാൽ എഫ് ഓഫ്, ഇവിടെ ടിക്ക് 0 കൊടുത്താൽ എഫ് ഓഫ് 0 ഈക്വൽ ടു 2 ഇൻറ്റു ടി മൈനസ് എന്ന് പറയുമ്പോൾ ടിക്ക് 0 കൊടുത്താൽ 0 മൈനസ് 1 പ്ലസ് 3. ഓക്കെ, നമുക്ക് എത്ര കിട്ടുക? 0 നമ്മൾ ആദ്യം ബ്രാക്കറ്റ് ചെയ്യുക. 0 മൈനസ് എന്ന് പറഞ്ഞാൽ -1 ആണ്. 2 ഇൻറ്റു -1 എന്ന് പറയുമ്പോൾ അത് -2 ആണ്. -2 പ്ലസ് 3 എന്ന് പറയുമ്പോൾ എത്രയാണ്? ഇത് 1 ആണ് നമുക്ക് ആൻസർ കിട്ടുക. അപ്പൊ ടിയിലുള്ള ഫംഗ്ഷന്റെ വാല്യൂ എത്രയാണ്? 1 ആണ്. ഓക്കെ, ഇത് നമുക്ക് 2 കൊടുക്കാം. ടിക്ക് നമ്മൾ 2 കൊടുക്കാം. ടിക്ക് 2 കൊടുത്തു കഴിഞ്ഞാൽ എഫ് ഓഫ് 2 എന്ന് വരും അല്ലേ? ഓക്കെ, എഫ് ഓഫ് 2 ഈക്വൽ 2 ഇൻറ്റു 2 മൈനസ് 1, 2 ഇൻറ്റു 2 മൈനസ് 1, പിന്നെ ലാസ്റ്റ് ഒരു പ്ലസ് 3 ഉണ്ട്. ഓക്കെ, നോക്കൂ, 2 മൈനസ് എന്ന് പറഞ്ഞാൽ 1 ആണ്. 1 ഇൻറ്റു 2 2 ആണ്. 2 പ്ലസ് 3 എന്ന് പറഞ്ഞാൽ 5 ആണ് നമുക്ക് ആൻസർ കിട്ടുക. ഓക്കെ, ആ വാല്യൂ നമുക്ക് കിട്ടി. എക്സ് പ്ലസ് 2 കൊടുത്താൽ നമുക്ക് എന്താ കിട്ടുക? ടിക്ക് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് 2 കൊടുക്കാം. ഓക്കെ, അപ്പോൾ എഫ് ഓഫ് നമുക്ക് ഇതാ ഇവിടെ ടി ഉള്ളിടത്ത് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് പ്ലസ് 2 കൊടുക്കാം. അപ്പോൾ എഫ് ഓഫ് എക്സ് പ്ലസ് 2 ഈക്വൽ ടു, നോക്കൂ, 2 ഇൻറ്റു ബ്രാക്കറ്റിൽ ടി ഉണ്ട്. 2 ഇൻറ്റു ബ്രാക്കറ്റിൽ ടി ഉള്ള സ്ഥലത്ത് എക്സ് പ്ലസ് 2 കൊടുക്കാം. സോ എക്സ് പ്ലസ് 2, പിന്നെ അവിടെ എന്തുണ്ട്? -1 പ്ലസ് 3, ഒരു -1 ഉണ്ട്, പ്ലസ് 3 ഉണ്ട്. ഇവിടെ നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഈ 2 മൈനസ് 1 എന്തായിപ്പോവും? 1 ആയിപ്പോവും. അപ്പൊ എക്സ് പ്ലസ് 1 നമുക്ക് ബ്രാക്കറ്റിൽ കിട്ടാം, പ്ലസ് 3. നോക്കൂ, ഇവിടെ ബ്രാക്കറ്റ് 2, ഇവിടെ 2 നമ്പർ ഉണ്ട്, എക്സും 1ഉം. ഇപ്പൊ 2 ഇൻറ്റു എക്സ് എന്താവും? നമ്മൾ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 2 ഇൻറ്റു എക്സ് 2x പ്ലസ്, അതേപോലെ നമുക്ക് എന്തുണ്ട്? 2 ഇൻറ്റു 1 2, പിന്നെ ബാക്കി 3 പുറത്തുണ്ട്, 2x പ്ലസ് 2 പ്ലസ് 3 എത്രയാണ്? 5. ഇതാണ് എഫ് ഓഫ് എക്സ് പ്ലസ് 2ന്റെ വാല്യൂ, 2x പ്ലസ് 5. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ എഫ് ഓഫ് 2 എന്ന് പറഞ്ഞാൽ മീനിങ് എന്താണ്? നമ്മൾ ടിക്ക് 2 കൊടുക്കാന്നല്ലേ മീനിങ്. നമ്മൾ ഓൾറെഡി കണ്ടുപിടിച്ചിട്ടുണ്ട്. എഫ് ഓഫ് 2 എന്താണ്? 5 ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതാണ് ഫംഗ്ഷന്റെ ഇവാലുവേഷൻ എന്ന് പറഞ്ഞാൽ. ഫംഗ്ഷന് ഓരോ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ, ഫംഗ്ഷനിലെ വേരിയബിളിന് ഓരോ വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാൽ ഫംഗ്ഷന്റെ വാല്യൂ എന്താവും എന്നുള്ളതാണ് ഫംഗ്ഷന്റെ ഇവാലുവേഷൻ. ഓക്കെ, നമുക്ക് ഡൊമൈൻ കൺവെൻഷൻ, അതായത് ഡൊമൈനിന്റെ ഒരു ഐഡിയ എന്താണെന്ന് നോക്കാം. നമ്മൾ പറഞ്ഞു ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസിനാണ് നമ്മൾ ഡൊമൈൻ എന്ന് പറയാം. ഓക്കെ, നമ്മൾ ഇൻപുട്ട് ആയിട്ട് എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂ. നോക്കൂ, ഇവിടെ നമുക്ക് y = x², അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? y എന്ന് പറഞ്ഞാൽ എന്താണ്? f of x ആണ്. f of x = x² എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ ഫംഗ്ഷൻ. ഓക്കെ, ഈ ഫംഗ്ഷനിൽ എക്സിന് നമുക്ക് എന്തൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു ക്വസ്റ്റ്യൻ. എന്തായിരിക്കും ഇവിടെ എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ്? നമുക്ക് ഇവിടെ എക്സിന് നമ്മളിപ്പോൾ 0 കൊടുത്തു. 0 കൊടുത്താൽ 0² ഈക്വൽ ടു എന്താ കിട്ടുക? എക്സിന് 0 കൊടുത്താൽ നമുക്ക് 0² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0. അപ്പോൾ y-ന്റെ വാല്യൂ 0 എന്ന് കിട്ടി. ഓക്കെ, ഇനി നോക്കൂ, എക്സിന് നമ്മൾ എന്ത് കൊടുത്തു? 1 കൊടുത്തു. 1 കൊടുത്താൽ എന്താ കിട്ടുക? 1² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. y-ന്റെ വാല്യൂ 1 കിട്ടി. ഓക്കെ, എക്സിന് ഒരു 1/2 കൊടുത്തു നോക്കൂ. എക്സിന് 1/2 കൊടുത്താൽ x² എന്ന് പറയുമ്പോൾ 1/2ന്റെ സ്ക്വയർ, അത് പറഞ്ഞാൽ 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4. അപ്പോൾ എക്സിന് 1/2 കൊടുത്തു കഴിഞ്ഞാൽ x², അതായത് y എന്നുള്ള വാല്യൂ എത്ര കിട്ടുക? 1/4 ആ കിട്ടുക. അപ്പോൾ നമ്മൾ എന്ത് വാല്യൂ, ഇപ്പോൾ നോക്കൂ, നെഗറ്റീവ് കൊടുക്കാം. ഇപ്പോൾ -2 കൊടുത്തു നോക്കൂ. എക്സിന് -2 കൊടുത്താൽ -2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? -2 ഇൻറ്റു -2, അത് 4 ആ കിട്ടുക. ഓക്കെ, നമുക്ക് ഇവിടെ എക്സിന് എന്ത് വാല്യൂ കൊടുക്കാം? 0 കൊടുക്കാം, പോസിറ്റീവ് വാല്യൂ കൊടുക്കാം, നെഗറ്റീവ് വാല്യൂ കൊടുക്കാം, ഫ്രാക്ഷൻ ആയിട്ടുള്ള വാല്യൂ കൊടുക്കാം. വേണമെങ്കിൽ എക്സിന്റെ റൂട്ട് കൊടുത്തു നോക്കൂ. റൂട്ട് കൊടുത്താൽ √2ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എത്രയാണ്? സ്ക്വയർ എടുക്കുമ്പോൾ x² അല്ലേ എടുക്കേണ്ടത്. അപ്പോൾ √2ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 2 വരും. അപ്പോൾ y വാല്യൂ 2 എന്ന് കിട്ടി. അപ്പോൾ എന്ത് വാല്യൂ നമുക്ക് എക്സിന് കൊടുക്കാം? എന്ത് വാല്യൂ കൊടുക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ റിയൽ നമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ വാല്യൂസും നമുക്ക് എക്സിന് കൊടുക്കാം. അപ്പോൾ ഇവിടുത്തെ ഡൊമൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഡൊമൈൻ എന്ന് പറയുന്നത് എന്താണ്? ഫംഗ്ഷന്റെ
ഡൊമെയിൻ എന്ന് പറയുന്നത് റിയൽ നമ്പേഴ്സിന്റെ സെറ്റാണ്. അപ്പൊ ഇവിടുത്തെ ഡൊമെയിൻ എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമ്മുടെ എന്താണ്? നമ്മളെ റിയൽ നമ്പേഴ്സിന്റെ സെറ്റാണ്. ഓക്കെ, നമ്മൾ അതിനെ എഴുതുക R എന്നാണ് എഴുതുക, റിയൽ നമ്പേഴ്സിന്റെ സെറ്റ്. ഇത് നോക്കൂ, നമ്മൾ ഇവിടെ കണ്ടിരുന്നു നമുക്ക് എക്സിന് എന്ത് വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? എപ്പോഴും പോസിറ്റീവാണ് കിട്ടിയത്. 0 അല്ലെങ്കിൽ പോസിറ്റീവോ നമ്പേഴ്സ് നമുക്ക് എപ്പോഴും ആൻസർ കിട്ടിയത് അല്ലേ? 0 കൊടുക്കുമ്പോൾ 0 സ്ക്വയർ 0 എന്ന് കിട്ടി, 1 കൊടുക്കുമ്പോൾ 1 കിട്ടി, 1 സ്ക്വയർ 1, 2 കൊടുക്കുമ്പോൾ 2 സ്ക്വയർ 4 കിട്ടി, 3 കൊടുക്കുമ്പോൾ 3ന്റെ സ്ക്വയർ 9 കിട്ടും. -2 കൊടുത്തപ്പോൾ നമുക്ക് എത്ര കിട്ടിയത്? -2 കൊടുത്തപ്പോൾ നമുക്ക് ആൻസർ 4 ആണ് കിട്ടിയത്, പോസിറ്റീവ് കിട്ടിയത്. നെഗറ്റീവ് കൊടുക്കുമ്പോൾ പോസിറ്റീവ് കിട്ടിയത്. അപ്പൊ നമുക്ക് y വാല്യൂസ് നമുക്ക് എന്താ ആൻസർ ആയിട്ട് കിട്ടുന്നത്? എപ്പോഴും എന്താ? 0 അല്ലെങ്കിൽ പോസിറ്റീവ് ആണ്. നെഗറ്റീവ് ഒരിക്കലും നമുക്ക് കിട്ടുന്നില്ല. അപ്പൊ നമുക്കറിയാം റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ആൻസർ കിട്ടുന്ന ഔട്ട്പുട്ട് വാല്യൂസ് ആണ് റേഞ്ച്. അപ്പൊ റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫംഗ്ഷന്റെ റേഞ്ച് എന്താണ്? 0 ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. നമ്മൾ അതിനെ ഒരു ഇന്റർവെൽ ആയിട്ട് നമ്മൾ എങ്ങനെ എഴുതുക? 0 ഉണ്ട്, കോമ ഇൻഫിനിറ്റി എന്നാണ് എഴുതുക. ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ വലിയൊരു പോസിറ്റീവ് നമ്പർ. ഓക്കെ, അപ്പോൾ ഇവിടെ ക്ലോസ്ഡ് ബ്രാക്കറ്റ് ആണ് ഇടുന്നത് എന്ന് പറഞ്ഞാൽ 0യും ഈ ഇന്റർവെല്ലിൽ ഉണ്ട്. അപ്പൊ 0 മുതൽ നമ്മൾ റിയൽ ലൈൻ ഇങ്ങനെയല്ലേ നമ്മൾ വരയ്ക്കാം? നോക്കൂ, ഇത് ഇൻഫിനിറ്റി, ഇത് മൈനസ് ഇൻഫിനിറ്റി എന്നതാ. ഇവിടെ 0 ഉണ്ടാവും, 1 ഉണ്ടാവും, 2 ഉണ്ടാവും, 3 ഉണ്ടാവും, ഇവിടെ -1 -2, ഇവിടെ 1/2 ഉണ്ടാവും. ഓക്കെ, അങ്ങനെ കുറെ നമ്പേഴ്സ്, ഇവിടെ √2 ഇവിടെ ഉണ്ടാവും, കുറെ നമ്പേഴ്സ് ഉണ്ട്. ഓക്കെ, നോക്കൂ, നമുക്ക് ആൻസർ എപ്പോഴും കിട്ടുന്നത് എന്താണ്? 0യും അതിന് ശേഷമുള്ള വലത്തെ ഭാഗത്തേക്കുള്ള നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടുക. നമ്മൾ ഇതിനെങ്ങനെ എഴുതുക? ഇന്റർവെൽ ആയിട്ട് ക്ലോസ്ഡ് 0, റൈറ്റ് സൈഡിൽ ഇൻഫിനിറ്റി നമ്മൾ ക്ലോസ്ഡ് ആക്കി എഴുതാറില്ല. ഓക്കെ, അതുകൊണ്ട് ഈ സെറ്റിന്റെ ഈ ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി നമ്മൾ കുറച്ച് ഫംഗ്ഷൻസിന്റെ ഡൊമൈനും റേഞ്ചും ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാൻ പോവാണ്. ഓക്കെ, നെക്സ്റ്റ് കുറച്ച് ഫംഗ്ഷൻസിന്റെ ഡൊമൈനും റേഞ്ചും നമുക്ക് ഇവിടെ നോക്കാം. നമുക്ക് ഫസ്റ്റ് ഫംഗ്ഷൻ നോക്കൂ, y = √1 - x². ഈ ഫംഗ്ഷനിൽ നമുക്ക് റൂട്ടിനുള്ളിൽ ഒരു ടേം ഉണ്ട്, 1 - x². നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമുക്ക് ഈ ഒരു ഉള്ളിലുള്ള 1 - x² നമുക്ക് എന്തൊക്കെ വാല്യൂസ് കൊടുക്കാൻ പറ്റും നോക്കാം. നോക്കൂ, നമുക്ക് ഈ -1 1 എന്നുള്ള ഇന്റർവെല്ലിനകത്തുള്ള ഏത് വാല്യൂസ് വേണമെങ്കിലും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് അവിടെ കൊടുക്കാം. ഓക്കെ, -1 മുതൽ 1 വരെയുള്ള ഏത് വാല്യൂസ് നമുക്ക് എക്സിന് കൊടുക്കാം. ഇപ്പൊ സപ്പോസ് നമ്മൾ എക്സിന് 1 കഴിഞ്ഞിട്ടുള്ള ഒരു 2 എന്നുള്ള വാല്യൂ കൊടുത്തെന്ന് വിചാരിക്കാം. അവിടെ എന്താ പ്രശ്നം ഉണ്ടായിരിക്കുക? ഇപ്പൊ 1 - എക്സിന് നമ്മൾ 2 കൊടുത്തു, ഈ ഇന്റർവെൽ അല്ലാത്ത ഒരു 2 കൊടുത്തു കഴിഞ്ഞാൽ എന്താ അവിടുത്തെ പ്രശ്നം നോക്കാം നമുക്ക്. അപ്പൊ √1 - എക്സിന് നമ്മൾ 2 കൊടുത്തു കഴിഞ്ഞാൽ 2² എന്ന് പറഞ്ഞാൽ മീനിങ് √2² എന്ന് പറഞ്ഞാൽ 4 ആണ്. അപ്പൊ 1 - 4 പറഞ്ഞാൽ -3 വരും, √-3. നമുക്കറിയാം റൂട്ടിനുള്ളിൽ മൈനസ് വന്നാൽ എന്തല്ല? റിയൽ നമ്പർ അല്ല, അത് നമ്മൾ കോംപ്ലക്സ് നമ്പർ എന്നാ പറയാം. അപ്പൊ നോക്കൂ, 1നെക്കാട്ടിലും വലിയ ഏത് നമ്പർ വന്നാലും ഇവിടെ പ്രശ്നമാണ്. ഇനി -1ന്റെ താഴേക്കുള്ള ഒരു നമ്പർ എടുത്താലും ഇത് തന്നെയാണ് നമുക്ക് വരിക. അപ്പൊ എക്സാമ്പിൾ ആയിട്ട് എക്സിന് നമ്മൾ എന്ത് ചെയ്യാം? -1ന്റെ താഴേക്കുള്ള നമ്പർ ഒരു -2 കൊടുത്തു, അപ്പൊ ഇവിടെ -2² എന്നാ വരിക അല്ലെ? 1 - x² നമ്മൾ എന്ത് ചെയ്യാം? എക്സിന് നമ്മൾ -2 കൊടുക്കുക. -2ന്റെ സ്ക്വയർ എന്തെന്നാ വരിക? 4 എന്നാ വരിക. അപ്പൊ നമുക്ക് 1 - 4 again -3 എന്നാ കിട്ടുക. അപ്പൊ ഇവിടെ ഈ -1ഉം 1ഉം ഉൾപ്പെടെ അതിന് 1നെക്കാട്ടിലും വലിയ വാല്യൂസോ -1നെക്കാട്ടിലും താഴെയുള്ള വാല്യൂസോ കൊടുത്തു കഴിഞ്ഞാൽ ഈ ഫംഗ്ഷന് എന്തുണ്ടാവില്ല? റിയൽ നമ്പർ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റൂല. അവിടെ എന്ത് വരും? കോംപ്ലക്സ് നമ്പർ വരും റൂട്ടിനുള്ളിൽ, നെഗറ്റീവ് വന്നു കഴിഞ്ഞാൽ. അപ്പൊ നമുക്ക് എന്ത് വാല്യൂസേ കൊടുക്കാൻ പറ്റുള്ളൂ എക്സിന്? -1 മുതൽ 1 വരെയുള്ള ഏത് വാല്യൂസ് വേണമെങ്കിലും എക്സിന് കൊടുക്കാം. ഇനി നോക്കുക, എക്സിന് നമ്മൾ -1 മുതൽ 1 വരെയുള്ള ഏത് വാല്യൂസ് കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുന്നത്? ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നിങ്ങൾ 0 കൊടുത്തു നോക്കൂ, √1 - 0². അങ്ങനെയല്ലേ നമുക്ക് വരിക? √1 - 0² എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1 - 0² എന്ന് പറയുമ്പോൾ √1 എന്ന് പറഞ്ഞാൽ 1 ആ കിട്ടുക. നോക്കൂ, എക്സിന് നിങ്ങൾ ഒരു 1 കൊടുത്തു നോക്കൂ, 1 കൊടുത്താൽ √1 - 1² എന്ന് പറഞ്ഞാൽ √0 എന്ന് പറഞ്ഞാൽ 0 കിട്ടുക. -1 കൊടുത്താലും 1 - -1ന്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 - 1 0. ഓക്കെ, അപ്പൊ 1ഓ -1ഓ കൊടുത്താൽ റൂട്ടിനുള്ള എന്താ കിട്ടുക? 0 കിട്ടും. ഓക്കെ, ഇവിടെ എക്സിന് 0 കൊടുത്തു കഴിഞ്ഞാൽ എന്താ കിട്ടുക? വാല്യൂ 1 കിട്ടും. ഇനി ഒരു 1/2 കൊടുത്താലോ എക്സിന് ഞാൻ എന്ത് ചെയ്യാം? നമുക്ക് ഇവിടെയുള്ള 1/2 എന്നുള്ള വാല്യൂ കൊടുത്തു നോക്കാം. നമുക്ക് എന്താ കിട്ടുക ആൻസർ? √1 ഓക്കെ, എക്സിന് 1/2 കൊടുത്തു, 1/2² എന്ന് പറഞ്ഞാൽ √1 - 1/2ന്റെ സ്ക്വയർ എത്രയാണ്? 1/4. ഇത് നമ്മൾ √4 - 1/4 എന്ന് പറഞ്ഞാൽ 3/4. ഓക്കെ, √3/4 എന്ന് പറഞ്ഞാൽ നമുക്ക് ആൻസർ കിട്ടുക √3/4
4ന്റെ റൂട്ട് 2 റൂട്ട് 3/2 എന്നുള്ളൊരു വാല്യൂ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ അത് നമുക്ക് എത്ര ആയിരിക്കും ആൻസർ വരിക? ഒരു 0ന്റെയും 1ന്റെയും ഇടയ്ക്കുള്ള ഒരു നമ്പർ ആയിരിക്കും ആൻസർ വരിക. അപ്പൊ നമ്മൾ ഈ എക്സിന് -1 മുതൽ 1 വരെയുള്ള ഏത് വാല്യൂ കൊടുത്തു കഴിഞ്ഞാലും നമുക്ക് ആൻസർ കിട്ടുന്നത് 0 മുതൽ 1 വരെയുള്ള ഏതെങ്കിലും ഒരു ആൻസർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നമുക്ക് റേഞ്ച് എത്രയാണ് വരിക? അപ്പൊ റേഞ്ച് നമുക്ക് പറയാൻ 0 മുതൽ 1 വരെയുള്ള ഏതെങ്കിലും വാല്യൂസ് ആയിരിക്കും റേഞ്ചിൽ വരിക. ഇതാണ് ഈ ഫംഗ്ഷന്റെ ഡൊമെയിനും റേഞ്ചും. നമുക്ക് ജസ്റ്റ് അടുത്തൊരു ഫംഗ്ഷനും കൂടെ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇപ്പൊ നിങ്ങൾ അടുത്ത ഫംഗ്ഷൻ y = 1/x എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഫംഗ്ഷൻ ഒരു വാല്യൂ കൊടുത്താൽ അതിന്റെ റെസിപ്രോക്കൽ ആണ് നമുക്ക് കിട്ടുക. ഓക്കെ, അപ്പൊ നോക്കൂ, നമുക്ക് ഇപ്പോൾ എക്സിന് നമുക്ക് ഏത് വാല്യൂ ആണ് ഇവിടെ കൊടുക്കാൻ പറ്റാത്തത്? y = 1/x എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ എടുത്തു. നമുക്കറിയാം ഒരു ഫംഗ്ഷന്റെ വാല്യൂന്റെ ഇവിടെ താഴെ ഡിനോമിനേറ്റർ 0 കഴിഞ്ഞാൽ അതെന്താണ്? ഇപ്പൊ 1/0 എന്നുള്ളത് എന്താണ്? അത് ഇൻഫിനിറ്റി അല്ലെങ്കിൽ നോട്ട് ഡിഫൈൻഡ് എന്നാണ് നമ്മൾ പറയാം. നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, എന്താണ് അതിന്റെ വാല്യൂ നമുക്ക് ജസ്റ്റ് കൃത്യമായിട്ട് പറയാൻ പറ്റില്ല. അതിനാണ് നമ്മൾ നോട്ട് ഡിഫൈൻഡ് എന്ന് പറയാം. ഓക്കെ, നോട്ട് ഡിഫൈൻഡ്. ഓക്കെ, അപ്പൊ ഈ കേസിൽ എക്സ് 0 ആവാൻ പാടില്ല. അപ്പൊ നമുക്ക് എക്സിന് എന്ത് കൊടുക്കാൻ പാടില്ല? 0 കൊടുക്കാൻ പാടില്ല. 0 അല്ലാത്ത എല്ലാ വാല്യൂ നമുക്ക് ഇവിടെ കൊടുക്കാം. 0 കൊടുത്താൽ എന്താവും? 1/0 ഡിഫൈൻഡ് അല്ലാതിരിക്കും. ഓക്കെ, അപ്പൊ 0നെ നമുക്ക് ഒഴിവാക്കാം, ബാക്കി എല്ലാ റിയൽ നമ്പറും നമുക്ക് കൊടുക്കാം. അപ്പൊ നോക്കൂ, ഈ ഇതാണ് നമ്മളെ -∞, ∞, 0. നോക്കൂ, 0നെ നമ്മൾ ഇവിടുന്ന് ഒഴിവാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിനെ രണ്ട് ഇന്റർവൽ ആയിട്ട് എഴുതിക്കൂടെ? നോക്കൂ, നമുക്ക് എങ്ങനെ എഴുതാം? -∞ മുതൽ 0 വരെ യൂണിയൻ, പിന്നെ 0 മുതൽ ∞ വരെ. നോക്കൂ, ഈ ഇന്റർവെലിന്റെ പ്രത്യേകത എന്താണ്? ഇതൊരു ഓപ്പൺ ഇന്റർവെലാണ്. ഇതിൽ 0 എന്നുള്ള എലമെന്റ് ഇല്ല, ഇതിലും 0 എന്നുള്ള എലമെന്റ് ഇല്ല. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇന്റർവെൽസിന്റെ യൂണിയൻ എടുത്തു കഴിഞ്ഞാൽ ഇത് ആണെന്ത്? നമ്മുടെ ഈ ഫംഗ്ഷൻ 1/x ന്റെ ഡൊമെയിൻ. കാരണം എന്താണ്? ഈ സെറ്റിൽ 0 അല്ല, കാരണം ഇവിടെ 0 കൊടുക്കാൻ പാടില്ല. അപ്പൊ എക്സിന് 0 അല്ലാത്ത എല്ലാ വാല്യൂം കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ നോക്കൂ, നമുക്ക് ഏത് വാല്യൂ ഈ രണ്ട് ഇന്റർവെല്ലിന്റെ യൂണിയനിലെ ഏത് വാല്യൂ നമുക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 അല്ലാത്തൊരു നമ്പറാണ് കിട്ടുക. കാരണം 0 ഒരിക്കലും കിട്ടൂല. കാരണം നമ്മൾ 1/x-ന് 0 അല്ലാത്ത ഏത് വാല്യൂ കൊടുത്താലും നമുക്ക് 0 അല്ലാത്തൊരു വാല്യൂ കിട്ടുക. അപ്പൊ നമുക്ക് റേഞ്ച് നമുക്ക് എന്താ വരിക? ഇതേ സെറ്റ് തന്നെയാണ് റേഞ്ച് വരിക. -∞, 0 യൂണിയൻ, 0 ∞. ഇതേപോലെ മറ്റ് രണ്ട് ഫംഗ്ഷൻസിന്റെ ഡൊമെയിനും റേഞ്ചും ഇവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമ്മൾ പറയാൻ പോകുന്നത് ഫംഗ്ഷൻസിന്റെ ഗ്രാഫ്സ് എങ്ങനെ വരയ്ക്കാൻ നോക്കാം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ദി ഗ്രാഫ് ഓഫ് എ ഫംഗ്ഷൻ f ഈസ് ദ ഗ്രാഫ് ഓഫ് ദി ഇക്വേഷൻ y = f of x. ഓക്കെ, ഒരു ഫംഗ്ഷന്റെ ഗ്രാഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? y = f of x എന്നുള്ള ഇക്വേഷന്റെ ഗ്രാഫ് ആണ്. ഓക്കെ, ഇത് കൺസിസ്റ്റ് ഓഫ് ദി പോയിന്റ്സ് ഇൻ ദ കാർട്ടീഷ്യൻ പ്ലെയിൻ ഹൂസ് കോർഡിനേറ്റ് x, y ആർ ഇൻപുട്ട് ഔട്ട്പുട്ട് പെയർസ് ഓഫ് f. എഫിന്റെ ഇൻപുട്ട് വാല്യൂ ആയിട്ട് x ഉം ഔട്ട്പുട്ട് വാല്യൂ ആയിട്ട് y എടുത്തു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ കോർഡിനേറ്റ്, അതായത് കാർട്ടീഷ്യൻ പ്ലെയിനിൽ നമ്മൾ പോയിന്റ്സ് വരച്ചിട്ട് മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഫംഗ്ഷന്റെ ഗ്രാഫ് കിട്ടും. അതാണ് ഇവിടെ പറഞ്ഞ കാര്യം. ഓക്കെ, നമുക്ക് നോക്കാം, ഒരു എക്സാമ്പിൾ നോക്കാം. ഫസ്റ്റ് ആയിട്ട് നമുക്ക് നോക്കാനുള്ളത് ഗ്രാഫ് ഓഫ് ദി ഫംഗ്ഷൻ y = x² ഓവർ ദ ഇന്റർവെൽ -2 to 2. ഓക്കെ, -2 മുതൽ 2 വരെ y = x² എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് നമുക്ക് വരയ്ക്കണം. ഓക്കെ, നമുക്ക് ഈ ഒരു ഗ്രാഫ് വരയ്ക്കാൻ വേണ്ടി 3 സ്റ്റെപ്സ് ആണ് മെയിൻ ആയിട്ടുള്ളത്. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഫംഗ്ഷന്റെ കുറച്ച് പോയിന്റ്സ് ഫൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം എന്ത് ചെയ്യാം? കുറച്ച് പോയിന്റ്സ് നമ്മൾ ഫൈൻഡ് ചെയ്ത് വെക്കാം. ഓക്കെ, അപ്പൊ നമ്മൾ ഇതാണ് x വാല്യൂ. ഓക്കെ, അതായത് നമ്മൾ ഇൻപുട്ട് വാല്യൂ. ഇതാണ് y വാല്യൂ. y എന്ന് പറഞ്ഞാൽ എന്താണ്? f of x വാല്യൂ. ഓക്കെ, നോക്കൂ, എനിക്ക് -2 മുതൽ 2 വരെയുള്ള വാല്യൂസ് മാത്രമേ എക്സിന് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, ഓവർ ദി ഇന്റർവെൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മീനിങ് എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എവിടെ മുതൽ എവിടെ വരെയാണ്? -2 മുതൽ 2 വരെ. അപ്പൊ ഞാൻ എന്ത് ചെയ്തു? എക്സിന് ആദ്യം -2 കൊടുത്തു. ഓക്കെ, അപ്പൊ എക്സിന് -2 കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താ y വാല്യൂ എന്താ കിട്ടുക? ആ -2ന്റെ സ്ക്വയർ, അതുകൊണ്ട് എത്രയാണ്? -2ന്റെ സ്ക്വയർ എന്നാൽ 4 ആണ്. ഇതേപോലെ 2 കൊടുക്കാം. 2 കൊടുത്താൽ എന്താ കിട്ടുക? എക്സിന് 2 കൊടുത്തു കഴിഞ്ഞാൽ y = 2² എന്നാണ് കിട്ടുക. ഓക്കെ, 2² എന്ന് എത്രയാണ്? അത് വീണ്ടും 4 തന്നെയാണ്. ഓക്കെ, ഇത് നോക്കൂ, -2 മുതൽ 2 വരെ എന്ന് പറയുമ്പോൾ അതിനിടയിൽ ആരുണ്ട്? 0 ഉണ്ട്, 1 ഉണ്ട്, -1 ഒക്കെ ഉണ്ട്. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? ഒരു 0ന്റെ വാല്യൂ കൂടെ അറ്റ്ലീസ്റ്റ് കണ്ടുപിടിക്കാം. 0 കൊടുത്താൽ എത്ര കിട്ടുക? നമുക്ക് എക്സിന് 0 കൊടുത്താൽ y = 0² എന്ന് പറഞ്ഞാൽ y വാല്യൂ എത്ര കിട്ടുക? 0² എന്ന് പറഞ്ഞാൽ 0. അപ്പോൾ y വാല്യൂ എത്ര കിട്ടും? 0 കിട്ടും. ഓക്കെ, ഇനി വേണമെങ്കിൽ 1ഉം -1ഉം കൂടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫൈൻഡ് ചെയ്യാം. 1 കൊടുത്താൽ എത്ര കിട്ടുക?
എക്സിന് 1 കൊടുത്താൽ y ഈക്വൽ ടു 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1 ആണ്, അപ്പോൾ 1 കിട്ടും. ഇതേപോലെ -1 നിങ്ങൾ കൊടുത്ത് നോക്കിയാൽ മതി, നിങ്ങൾക്ക് എന്തായിരിക്കും ആൻസർ കിട്ടുക? -1 കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക എത്രയാണ്? വേണമെങ്കിൽ ഒരു ടേബിളും കൂടെ ഇവിടെ ക്രിയേറ്റ് ചെയ്യാം. -1 കൊടുത്താൽ നിങ്ങൾക്ക് ആൻസർ കിട്ടുക 1 ആയിരിക്കും ആൻസർ കിട്ടുക. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഓക്കെ, നമ്മൾ എന്ത് ചെയ്യുക? ഫംഗ്ഷന്റെ ഒരു ടേബിൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത്, രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? എക്സ് വൈ കോർഡിനേറ്റ്സ് നമ്മൾ വരയ്ക്കുക. ഓക്കെ, എക്സ് വൈ കോർഡിനേറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുക? വരയ്ക്കുക എന്നുള്ളതാണ് അടുത്ത ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്സ്. ഓക്കെ, ഇത് നമ്മൾ പോയിന്റ്സ് മാർക്ക് ചെയ്യുക. ഇതാണ് 0, വരാം 1, 2, 3, 4 എക്സെട്ര. ഓക്കെ, ഈ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക? മാർക്ക് ചെയ്യുക. അതുപോലെ ഇവിടെ -1, ഇവിടെ -2. ഓക്കെ, അതുപോലെ y ആക്സിസിൽ 1, 2, 3 നമ്മൾ മാർക്ക് ചെയ്യുക. 1, 2, 3, 4 മാർക്ക് ചെയ്യുക. ഓക്കെ, അടുത്തത് ഇവിടെ -1, -2 എക്സെട്ര. ഇനി നോക്കൂ, നമ്മൾ എക്സ് വാല്യൂ കൊടുക്കുമ്പോൾ എക്സ് -2 കൊടുക്കുമ്പോൾ നമുക്ക് y കിട്ടുന്നത് 4 ആണ്. അപ്പോൾ -2, 4 എന്നുള്ള പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യാം. ഓക്കെ, നോക്കൂ, എക്സ് -2 പിന്നെ y 4 എന്നാൽ ഏതാ പോയിന്റ് വരിക? ഓക്കെ, എക്സ് -2 ആണ്, എക്സ് ആക്സിസിൽ -2, y ആക്സിസിൽ 4 എന്ന് പറയുമ്പോൾ ഇവിടെയാണ്. നോക്കൂ, ഈ രണ്ട് പോയിന്റ്സ് മീറ്റ് ചെയ്യുന്ന ഭാഗം ഏതാണ്? ഇവിടെ നമ്മൾ എന്ത് ചെയ്യാം? പോയിന്റ്സ് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ നോക്കൂ, നമുക്ക് ഏകദേശം ഇവിടെ ആയിട്ടായിരിക്കും പോയിന്റ് വരിക. ഓക്കെ, ഇതേപോലെ നമ്മൾ അടുത്ത പോയിന്റ് എക്സ് 2 കൊടുക്കുമ്പോൾ y 4. ഓക്കെ, അപ്പോൾ എക്സ് ആക്സിസിൽ 2 കൊടുക്കുമ്പോൾ y ആക്സിസിൽ 4 എന്ന് പറയുമ്പോൾ അത് ഇവിടെ വരും ഏകദേശം. ഓക്കെ, അപ്പോൾ നമ്മുടെ രണ്ട് പോയിന്റ്സ് കിട്ടി. പിന്നെ 0ൽ 0 ആണ്, അപ്പോൾ എക്സ് 0 ആകുമ്പോൾ y 0 എന്ന് പറയുമ്പോൾ ഇതാണ് നമ്മുടെ പോയിന്റ്. ഓക്കെ, അതുപോലെ 1 കൊടുത്താൽ 1, -1 കൊടുത്താലും 1. ഓക്കെ, അപ്പോൾ എക്സ് 1 കൊടുക്കുമ്പോൾ y വാല്യൂ എത്രയാണ്? 1 ആണ്. എക്സ് -1 എന്ന് പറയുമ്പോൾ ഇവിടെ അത് കൊടുക്കുമ്പോൾ y വാല്യൂ എത്രയാണ്? 1 ആണ്. ഓക്കെ, ഇനി നമ്മുടെ മൂന്നാമത്തെ സ്റ്റെപ്പ് നമ്മൾ ഇതേ ഫിഗറിൽ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്, 2 and 3. ഓക്കെ, മൂന്നാമത്തെ സ്റ്റെപ്പായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ ഈ പോയിന്റ്സിനെ കണക്ട് ചെയ്യുന്ന ഒരു കർവ് നമ്മൾ വരയ്ക്കുക. അത് സ്മൂത്ത് ആയിരിക്കണം, എന്ന് പറഞ്ഞാൽ ഷാർപ്പ് ആവാൻ പാടില്ല, സ്മൂത്ത് ആയിട്ട് വരയ്ക്കുക. ഓക്കെ, എന്ന് പറഞ്ഞാൽ നമുക്കത് ഇങ്ങനെ വരയ്ക്കാം. ഓക്കെ, ഇതാണ് നമ്മുടെ -2 മുതൽ 2 വരെയുള്ള, നോക്കുക, ഇവിടെ മുതൽ ഇവിടെ വരെ നോക്കുക, ഇതിന്റെ വാല്യൂ മാക്സിമം ഈ ഒരു ഇന്റർവെൽ -2 മുതൽ 2 വരെയുള്ള ഇന്റർവെല്ലിനുള്ളിലായിട്ട് നമ്മുടെ ഗ്രാഫ് നിൽക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ -2 മുതൽ 2 വരെയുള്ള ഇന്റർവെല്ലിനകത്തുള്ള y ഈക്വൽ ടു x സ്ക്വയർ എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് വരുന്നത്. ഇങ്ങനെയാണ് നമ്മൾ ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മൾ ഡ്രോ ചെയ്യുക. ഓക്കെ, ഇനി ഗ്രാഫ് വരയ്ക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം, ഇപ്പൊ നമ്മൾ പറഞ്ഞു y ഈക്വൽ ടു x സ്ക്വയറിന്റെ ഗ്രാഫ് നമ്മൾ ഇങ്ങനെ സ്മൂത്ത് ആയിട്ട് വരയ്ക്കണം. ഓക്കെ, നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യരുത്? ഇങ്ങനെ ഷാർപ്പ് ആയിട്ട് നമ്മൾ ഡ്രോ ചെയ്യരുത്. അതേപോലെ വേവി രൂപത്തിൽ നമ്മൾ എന്ത് ചെയ്യരുത്? ഫംഗ്ഷന്റെ ഗ്രാഫ് ഡ്രോ ചെയ്യരുത്. ഓക്കെ, അപ്പൊ ഇത് രണ്ടും റോങ് ആയിട്ടുള്ള വേ ആണ്, ഇതാണ് നമ്മുടെ ട്രൂ ആയിട്ടുള്ള വേ. ഓക്കെ, ഇനി നമുക്ക് കുറച്ച് ഫംഗ്ഷൻസിന്റെ ഗ്രാഫ് ജസ്റ്റ് ഒന്ന് നോക്കാം. നമുക്ക് y ഈക്വൽ x സ്ക്വയറിന്റെ ഗ്രാഫ് നമുക്ക് ഇങ്ങനെയാണ് വരയ്ക്കാൻ പറ്റുക. നേരത്തെ നമ്മൾ ഇന്റർവെല് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരുന്നു, അതായത് -2 മുതൽ 2 വരെ എന്നുള്ള ഇന്റർവെല് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഇത് പറഞ്ഞിട്ടില്ല എങ്കിൽ നമ്മുടെ ഫംഗ്ഷന്റെ ഗ്രാഫ് നമ്മൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ഒന്നിങ്ങനെ നീട്ടി വരച്ചു കൊടുത്താൽ മതി. ഓക്കെ, അപ്പൊ നോക്കൂ, y ഈക്വൽ x സ്ക്വയർ എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് ഈ രൂപത്തിലാണ് വരിക. ഓക്കെ, അതുപോലെ നോക്കൂ, ഇതിന്റെ ഡൊമൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നോക്കൂ, എക്സിന് കൊടുക്കാൻ പറ്റുന്ന വാല്യൂസ് എല്ലാ വാല്യൂസും കൊടുക്കാം. -∞ മുതൽ ∞ വരെയുള്ള ഏത് വാല്യൂസ് നമുക്ക് ഇവിടെ കൊടുക്കാം. ഓക്കെ, നോക്കൂ, ഇതിന്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? y വാല്യൂസ് അല്ലേ റേഞ്ച്. അപ്പൊ നോക്കൂ, പോസിറ്റീവ് ആക്സിസ്, yന്റെ പോസിറ്റീവ് ആക്സിസിലേക്കാണ് ഗ്രാഫ്, മേലേക്കാണ് വരുന്നത്. അപ്പൊ 0 മുതൽ ∞ വരെയുള്ള വാല്യൂസ് നമുക്ക് എന്ത് ചെയ്യാം? റേഞ്ചിൽ നമുക്ക് കിട്ടും. ഓക്കെ, അതേപോലെ y ഈക്വൽ x³ എന്നുള്ള ഫംഗ്ഷന്റെ ഗ്രാഫ് ഈ രൂപത്തിലാണ് വരിക. ഇതിന്റെ ഡൊമൈനും റേഞ്ചും എന്താണ്? നമുക്ക് -∞ മുതൽ ∞ വരെയാണ് രണ്ടിന്റെയും ഡൊമൈനും റേഞ്ചും. ഓക്കെ, ഈ ഫംഗ്ഷന്റെ ഡൊമൈനും റേഞ്ചും. അതേപോലെ y ഈക്വൽ x⁻²/3 എന്നുള്ള ഗ്രാഫ് ഇവിടെ തന്നിട്ടുണ്ട്. അതുപോലെ y ഈക്വൽ √x ന്റെ ഗ്രാഫ് വന്നിട്ടുണ്ട്. അതേപോലെ y ഈക്വൽ √x തന്നിട്ടുണ്ട്. y ഈക്വൽ 1/x ന്റെ ഗ്രാഫ് ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, y ഈക്വൽ 1/x ന്റെ ഗ്രാഫിൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക, x 0ൽ ഡിഫൈൻഡ് അല്ല. അപ്പൊ നോക്കൂ, എക്സിന്റെ ഭാഗത്ത് നമ്മൾ 0ന്റെ ഭാഗത്തേക്ക് അടുക്കുമ്പോൾ ഗ്രാഫ് എന്ത് ചെയ്യുന്നില്ല? ഇൻഫിനിറ്റിയിലേക്കാണ് പോകുന്നത്. നോക്കൂ, നമ്മൾ നോക്കൂ, 1/x എക്സിന്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, 1/x ഉള്ള ഫംഗ്ഷനിൽ എക്സിന്റെ വാല്യൂ 0 കൊടുത്തു കഴിഞ്ഞാൽ 1/0 എന്ന് എന്താണ്? അത് വളരെ വലിയൊരു നമ്പർ. നമ്മൾ അതിന് ഇൻഫിനിറ്റി എന്നാണ് നമ്മൾ സാധാരണ പറയാം. അപ്പോൾ ഇൻഫിനിറ്റി എന്ന് പറയുമ്പോൾ നോക്കൂ, 0ലേക്ക് അടുക്കുമ്പോൾ
ഫംഗ്ഷന്റെ ഗ്രാഫ് ഇതാ ഇങ്ങനെ മേലേക്കാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ y വാല്യൂസ് വളരെയധികം കൂടുന്നുണ്ട്. അതുപോലെ നെഗറ്റീവ് y വാല്യൂസും താഴേക്ക് വളരെയധികം കൂടുന്നുണ്ട്. ഓക്കെ, നെഗറ്റീവ് ഇൻഫിനിറ്റിയിലേക്കും പോകും, പോസിറ്റീവ് ഇൻഫിനിറ്റിയിലേക്കും പോകും. ഓക്കെ, അപ്പോൾ ഇതാണ് കുറച്ച് ഫംഗ്ഷൻസിന്റെ ഒക്കെ ഗ്രാഫും അതിന്റെ ഡൊമൈനും അതിന്റെ റേഞ്ചും നിങ്ങൾ പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് സംസ്, ഡിഫറൻസ്, പ്രൊഡക്ട്സ് ആൻഡ് കോഷ്യൻസ്. ഫംഗ്ഷൻസിന്റെ ഒക്കെ സമ്മ്, ഡിഫറൻസ്, പ്രൊഡക്റ്റ്, കോഷ്യന്റ് ഒക്കെ നമുക്ക് എങ്ങനെ ഡിഫൈൻ ചെയ്യാൻ നോക്കാം. ഇപ്പൊ നമുക്ക് നമ്മുടെ കയ്യിൽ രണ്ട് ഫംഗ്ഷൻ ഉണ്ട്. എഫും ജി എന്താണ്? രണ്ടും രണ്ട് ഫംഗ്ഷൻസ് ആണ്. ഓക്കെ ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എഫ് പ്ലസ് ടി, എഫ് മൈനസ് ടി, എഫ് ഇൻറ്റു ജി, അതേപോലെ എഫ് ബൈ ജി ഒക്കെ പോലത്തെ ഫംഗ്ഷൻസ് നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. നോക്കൂ, രണ്ട് ഫംഗ്ഷന്റെ സം ആയി നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? എഫ് പ്ലസ് ടി ഓഫ് എക്സ് എന്താണ്? അത് എഫ് ഓഫ് എക്സ് പ്ലസ് ടി ഓഫ് എക്സ് ആണ്. ഓക്കെ, എഫ് മൈനസ് ടി ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് മൈനസ് ടി ഓഫ് എക്സ് ആണ്. ഇനി എഫ് ഇൻറ്റു ജി ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ഇൻറ്റു ജി ഓഫ് എക്സ് ആണ്. ഓക്കെ, ഇനി നമുക്ക് എഫ് ബൈ ജി, ഓക്കെ, രണ്ട് ഫംഗ്ഷൻ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ഓക്കെ, എഫ് ബൈ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ബൈ ജി ഓഫ് എക്സ് എന്താണ്? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണ്. ഓക്കെ, ഇവിടെ നമുക്ക് ഒരു പ്രത്യേക കാര്യം ശ്രദ്ധിക്കണം. എഫ് ബൈ ജി ഓഫ് എക്സ് എഴുതുമ്പോൾ ജി ഓഫ് എക്സ് 0 ആവാത്ത പോയിന്റ്സിലായിരിക്കണം നമ്മൾ ഫംഗ്ഷനെ എന്ത് ചെയ്യുന്നത്? ഡിഫൈൻ ചെയ്യുന്നത്. ഓക്കെ, ഡി ഓഫ് എഫ് ഇന്റർസെക്ഷൻ ഡി ഓഫ് ജി എന്ന് പറഞ്ഞാൽ എഫിന്റെയും ജിന്റെയും ഡൊമൈൻസിന്റെ ഇന്റർസെക്ഷൻ എടുക്കുക. ഓക്കെ, ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഡിനോമിനേറ്റർ 0 ആയാൽ നമുക്കറിയാം ഒന്നിനും എന്തില്ല, നിലനിൽപ്പില്ല. ഓക്കെ, അത് ഡിഫൈൻഡ് ആവില്ല. അപ്പൊ ഡിനോമിനേറ്റർ 0 ആവാത്ത എഫിന്റെയും ജിന്റെയും ഇന്റർസെക്ഷൻ എടുക്കുക. ഓക്കെ, അവിടെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? എഫ് ബൈ ജി ഓഫ് എക്സ് എന്നുള്ള ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാൻ പറ്റും. അതെന്താണ്? എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണ്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫംഗ്ഷന്റെ സമ്മ്, ഡിഫറൻസ്, പ്രൊഡക്റ്റ്, കോഷ്യന്റ് എന്നൊക്കെ പറയുന്നത്. ഇനി അതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഫംഗ്ഷൻ ഒരു കോൺസ്റ്റന്റോട് മൾട്ടിപ്ലൈ ചെയ്യാം. ഇപ്പൊ സി ഇൻറ്റു എഫ് ഓഫ് എക്സ് എന്താണ് ഡെഫിനിഷൻ? സി ഇൻറ്റു എഫ് ഓഫ് എക്സ്. ഓക്കെ, സി എഫ് ഓഫ് എക്സ് എന്താണ്? സി ഇൻറ്റു എഫ് ഓഫ് എക്സ് ആണ്. ഓക്കെ, ഇതിനാണ് ഇതിന്റെ ബേസിക് ആയിട്ടുള്ള ഐഡിയ. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസ് വേണമെങ്കിൽ നോക്കാം. ഇപ്പൊ എഫ് എന്നുള്ള ഫംഗ്ഷൻ എന്താണ്? റൂട്ട് എക്സ് ആണെന്ന് വിചാരിക്കാം. ജി എന്താണ്? റൂട്ട് 1 മൈനസ് എക്സ് ആണ്. ഓക്കെ, നോക്കൂ, ഒരു 3 ഇൻറ്റു ജി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ ഫംഗ്ഷൻ നമ്മൾ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ഫംഗ്ഷൻ നമ്മൾ 3 കൊണ്ട് ഇവിടെ മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഇപ്പൊ 3 ഇൻറ്റു റൂട്ട് ഓഫ് 1 മൈനസ് എക്സ് നമുക്ക് അവിടെ കാണാൻ പറ്റും. ഓക്കെ, ഇത് നോക്കൂ, അടുത്തത് എഫ് പ്ലസ് ടി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളെ ഡെഫിനിഷൻ എഫ് പ്ലസ് ടി ഓഫ് എക്സ് എന്ന് നമുക്കറിയാം എഫ് ഓഫ് എക്സ് പ്ലസ് ജി ഓഫ് എക്സ് ആണ്. ഇതിൽ എഫ് ഓഫ് എക്സ് ഇതാണ് റൂട്ട് എക്സ്. ഓക്കെ, പ്ലസ് പിന്നെ ജി ഓഫ് എക്സ് ഇതാണ് റൂട്ട് 1 മൈനസ് എക്സ്. അപ്പൊ നമ്മൾ അങ്ങനെ എഴുതിയാൽ മതി, റൂട്ട് എക്സ് പ്ലസ് റൂട്ട് 1 മൈനസ് എക്സ്. ഇതേപോലെ നമുക്കറിയാം എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്താണ്? എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്നാൽ എഫ് മൈനസ് ജി ഓഫ് എക്സ് എന്താണ്? അത് എഫ് ഓഫ് എക്സ് മൈനസ് ജി ഓഫ് എക്സ് ആണ് നമുക്കറിയാം. ഓക്കെ, അപ്പൊ നോക്കൂ, റൂട്ട് എക്സ് മൈനസ് റൂട്ട് 1 മൈനസ് എക്സ് എന്നാ വരിക. നോക്കൂ, ഉണ്ടല്ലേ? ഇതേപോലെ നമുക്ക് ഓരോന്നും ഡെഫിനിഷൻ യൂസ് ചെയ്ത് നമുക്ക് ഈസി ആയിട്ട്, വളരെ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓരോന്നിന്റെയും വാല്യൂസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ, ഇത് നോക്കൂ, എഫ് ബൈ ജി എന്ന് പറഞ്ഞാൽ എന്താണ്? എഫ് ബൈ ജി ഓഫ് എക്സ് ആണ് എഫ് ഓഫ് എക്സ് ബൈ ജി ഓഫ് എക്സ് ആണ് നമുക്കറിയാം. റൂട്ട് എക്സ് ബൈ റൂട്ട് 1 മൈനസ് എക്സ്. ഓക്കെ, റൂട്ട് എക്സ് ബൈ റൂട്ട് 1 മൈനസ് എക്സ്. നമുക്ക് അതിന് ഒറ്റ റൂട്ടായിട്ട് എഴുതാം. റൂട്ട് എക്സ് ബൈ 1 മൈനസ് എക്സ്, റൂട്ട് ഓഫ് എക്സ് ബൈ 1 മൈനസ് എക്സ്. അതാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, ഇതേപോലെ ജി ബൈ എഫ് ഒക്കെ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇതൊക്കെയാണ് ഫംഗ്ഷന്റെ സമ്മ്, ഡിഫറൻസ്, കോഷ്യന്റ് ഒക്കെ ഐഡിയാസ്, ബേസിക് ആയിട്ടുള്ള ഐഡിയാസ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് ഫംഗ്ഷന്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻസിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് നോക്കാം. നമുക്ക് ഇതിന്റെ ഡെഫിനിഷൻ നോക്കി കഴിഞ്ഞാൽ എഫും ജി എന്താണ്? രണ്ട് ഫംഗ്ഷൻസ് ആണെന്ന് അസ്യൂം ചെയ്യാം. എഫും ജി എന്താണ്? ഫംഗ്ഷൻസ് ആണ്. ഇനി അതിന്റെ കോമ്പോസിറ്റ് ഫംഗ്ഷൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് എഫ് കോമ്പോസിറ്റ് ജി എന്നാണ്. ഓക്കെ, ഇനി അതിന്റെ ഡെഫിനിഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എഫ് കോമ്പോസിറ്റ് ജിന്റെ ഡെഫിനിഷൻ എന്താണ്? എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഈക്വൽ ടു എഫ് ഓഫ് ജി ഓഫ് എക്സ്. ഓക്കെ, അപ്പൊ എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ് അതിന്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇനി നോക്കാം, നമുക്ക് ഒരു എക്സാമ്പിൾ വെച്ചിട്ട് ഫംഗ്ഷന്റെ കോമ്പോസിഷൻസ് എങ്ങനെ ഫൈൻഡ് ചെയ്യാൻ പറ്റും നോക്കാം. ഇപ്പൊ നോക്കൂ, നമുക്ക് തന്ന ഒരു ഫംഗ്ഷൻ ഏതാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു റൂട്ട് എക്സ് ആണ് ഒരു ഫംഗ്ഷൻ. ഓക്കെ, അടുത്ത ഫംഗ്ഷൻ ഏതാണ്? എഫ് ഓഫ് എക്സ് ഈക്വൽ ടു ജി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് പ്ലസ് 1 ആണ്. ഓക്കെ, നമുക്ക് എന്തൊക്കെ ഫൈൻഡ് ചെയ്യണം? എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സ് ഫൈൻഡ് ചെയ്യണം. നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സിന് നമുക്ക് ഫൈൻഡ് ചെയ്യാം. നോക്കൂ, എഫ് കോമ്പോസിറ്റ് ജി ഓഫ് എക്സിന്റെ ഡെഫിനിഷൻ എന്താണ്? എഫ് ഓഫ് ജി ഓഫ് എക്സ് അല്ലേ? ഇതല്ലേ നമ്മുടെ ഡെഫിനിഷൻ? എന്താ എഫ് കോമ്പോസിറ്റ് ജിന്റെ ഡെഫിനിഷൻ? എഫ് ഓഫ് ജി ഓഫ് എക്സ് ആണ്. നമ്മൾ ആ ഡെഫിനിഷൻ എഴുതി. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
നമ്മൾ ഉള്ളിലുള്ള g of x ന്റെ ഡെഫിനിഷൻ എന്താന്ന് നോക്കാം. അത് ഉള്ളിൽ എഴുതി കൊടുക്കുക. എന്ന് പറഞ്ഞാൽ g of x ആണ് x+1 അല്ലേ. അപ്പോൾ ഉള്ളിലുള്ളത് നമ്മൾ ആദ്യം എഴുതുക x+1. ഓക്കെ, ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കുക. f of x വന്ന റൂട്ട് എക്സ്, എന്ത് x വന്നു കഴിഞ്ഞാൽ അതിന്റെ റൂട്ട് എടുക്കുക എന്നല്ലേ ഇവിടെ തന്നിട്ടുള്ളത്. f of x ആണ് റൂട്ട് ഓഫ് തന്ന x. അപ്പൊ f of x+1 തന്നു കഴിഞ്ഞാൽ നമുക്ക് തന്ന സാധനത്തിന്റെ റൂട്ട് എടുത്താൽ മതി. അപ്പൊ ഇവിടെ തന്നത് x+1 ആണ്, അപ്പൊ അതിന്റെ റൂട്ട് എടുത്താൽ മതി. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത് f കോമ്പോസിറ്റ് g of x. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, g കോമ്പോസിറ്റ് f എന്താ നോക്കാം. g കോമ്പോസിറ്റ് f of x എന്ന ഡെഫിനിഷൻ നിങ്ങൾ ഓർത്തിരിക്കുക. ഒന്നുമില്ല, ഇതേപോലെ g of f of x എന്നാണ് ഡെഫിനിഷൻ. ഓക്കെ, ഇവിടെ നിങ്ങൾ ആദ്യത്തിൽ നിങ്ങൾ എന്ത് ചെയ്യുക, f of x എന്താണ് എഴുതുക. തന്ന ഡെഫിനിഷൻ എന്താണ് f of x, റൂട്ട് എക്സ് എന്നാണ്. അപ്പോൾ ഉള്ളിൽ f of x ന് പകരം നമുക്ക് എന്ത് ചെയ്യാം, റൂട്ട് എക്സ് എന്ന് കൊടുക്കാം. ഇനി നോക്കൂ, g of x തന്നാൽ x ന്റെ കൂടെ 1 ആഡ് ചെയ്യാന്നല്ലേ. g of x ആണ് x+1. അപ്പൊ g of റൂട്ട് എക്സ് ആണ്, റൂട്ട് എക്സിന്റെ കൂടെ 1 ആഡ് ചെയ്താൽ മതി. തന്ന സാധനത്തിന് കൂടെ 1 ആഡ് ചെയ്യാം. ഇതാണ് നമ്മുടെ g കോമ്പോസിറ്റ് f. ഇതേപോലെ നിങ്ങൾക്ക് f കോമ്പോസിറ്റ് f ഉം g കോമ്പോസിറ്റ് g നിങ്ങൾക്ക് ഈസി ആയിട്ട് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ കോമ്പോസിഷൻ, ഫംഗ്ഷൻ കോമ്പോസിഷൻ ഫൈൻഡ് ചെയ്യേണ്ട ഒരു മെത്തേഡ്. ഓക്കെ, ഇനി നമുക്ക് നെക്സ്റ്റ് പറയാനുള്ളതാണ് ഈവൺ ഫംഗ്ഷൻസ് ആൻഡ് ഓഡ് ഫംഗ്ഷൻ. ഓക്കെ, ഇപ്പൊ നമ്മുടെ കയ്യിൽ ഒരു ഫംഗ്ഷൻ ഉണ്ട്, f of x എന്നുള്ളൊരു ഫംഗ്ഷൻ. ആ ഫംഗ്ഷന് ഈവൺ എന്ന് പറയണമെങ്കിൽ നമുക്ക് എന്ത് പറയണം, ഫംഗ്ഷന് ഈവൺ ഫംഗ്ഷൻ എന്ന് പറയണമെങ്കിൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, നമുക്ക് f of minus x നെ, ഓക്കെ, f of minus x നെ f of x എന്നുള്ള രൂപത്തിലേക്ക് എഴുതാൻ പറ്റിക്കഴിഞ്ഞാൽ ഫംഗ്ഷൻ എന്താണ്, ഈവൺ ഫംഗ്ഷൻ ആണെന്ന് പറയാം. ഓക്കെ, അപ്പൊ f of minus x ഉം f of x ഉം ഈക്വൽ ആണെങ്കിൽ നമ്മൾ ആ ഫംഗ്ഷൻ നമ്മൾ എന്ത് പറയും, ഈവൺ ഫംഗ്ഷൻ എന്ന് പറയും. ഇനി നോക്കൂ, ഇനി f of minus x എന്നുള്ള ഫംഗ്ഷനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി, മൈനസ് f of x എന്ന് എഴുതാൻ പറ്റി. ഓക്കെ, അതായത് ഉള്ളിലുള്ള മൈനസിനെ നമുക്ക് പുറത്തേക്ക് എടുക്കാൻ പറ്റി, ഈ രൂപത്തിലേക്ക് മാറ്റി എഴുതാൻ പറ്റി കഴിഞ്ഞാൽ നമുക്ക് ഈ ഫംഗ്ഷൻ നമുക്ക് എന്ത് പറയാം, ഇതിന് ഓഡ് ഫംഗ്ഷൻ എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് f of minus x ഉം f of x ഉം ഈക്വൽ ആകുന്ന ഫംഗ്ഷൻ ആണ് ഈവൺ എന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം. ഇപ്പൊ f of x equal to x² എന്നുള്ള ഫംഗ്ഷൻ നമ്മൾ എടുത്തു. ഓക്കെ, നമുക്കിതിനെ ഈവൺ ആണോ ഓഡ് ആണോ നമുക്ക് ചെക്ക് ചെയ്യണം. നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, x ഉള്ള സ്ഥലത്ത് മൈനസ് കൊടുത്തു നോക്കാം. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, f of minus x equal to, ഓക്കെ, രണ്ട് സ്ഥലത്തും മൈനസ് ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യാം, f of minus x നെ ഇതിൽ ഏത് രൂപത്തിലാണോ എഴുതാൻ പറ്റുന്നത് അതായിരിക്കും നമ്മുടെ ആൻസർ. അപ്പൊ നോക്കൂ, f of minus x എന്താണ്, തന്ന ഫംഗ്ഷന് x മൈനസ് കൊടുക്കുക. അപ്പൊ മൈനസ് x കൊടുത്ത് സ്ക്വയർ ചെയ്ത്. പക്ഷെ നോക്കൂ, മൈനസ് എക്സിന്റെ സ്ക്വയർ എന്ത് തന്നെയാണ്, അത് എക്സിന്റെ സ്ക്വയർ തന്നെയല്ലേ, കാരണം മൈനസിന്റെ സ്ക്വയർ വീണ്ടും പോസിറ്റീവ് ആയിട്ട് നിൽക്കും. അപ്പൊ ഇത് എക്സിന്റെ സ്ക്വയർ തന്നെയാണ്. ഓക്കെ, എക്സ് സ്ക്വയർ ആര് തന്നെയാണ്, f of x തന്നെയാണ്. ഓക്കെ, അപ്പൊ f of minus x ഉം f of x ഇവിടെ ഈക്വൽ ആയിട്ട് വന്ന്, അപ്പൊ നമുക്ക് എന്ത് പറയാം, ഈ ഫംഗ്ഷൻ എന്താണ്, ഈവൺ ഫംഗ്ഷൻ ആണ്. നമുക്ക് ഇവിടെ തന്ന ഫംഗ്ഷൻ ഈവൺ ഫംഗ്ഷൻ ആണ്. നോക്കൂ, ഈ ഈവൺ ഫംഗ്ഷന്റെ ഗ്രാഫ് ആണിത്. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് വേറൊരു ഫംഗ്ഷൻ എടുക്കാം. ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് f of x equal to x³ എന്നുള്ള ഫംഗ്ഷൻ എടുക്കാം. ഓക്കെ, അടുത്ത എക്സാമ്പിൾ ആണ്. ഈ ഫംഗ്ഷനിൽ നമ്മൾ f of minus x കൊടുത്തു നോക്കാം. ഓക്കെ, എക്സിന് നമ്മൾ എന്ത് ചെയ്യാം, മൈനസ് കൊടുത്തു നോക്കുക. അപ്പൊ മൈനസ് എക്സിന്റെ ക്യൂബ്. നോക്കൂ, ഒരു സാധനത്തിന്റെ മൈനസിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ അതിനെ മൈനസ് നമുക്ക് എന്ത് ചെയ്യാം, പുറത്തേക്ക് എടുക്കാം. ഓക്കെ, അപ്പൊ -1ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, -1 × -1 × -1 എന്ന് പറഞ്ഞാൽ -1 തന്നെയാണ്, മൈനസ് ആണ് പുറത്തേക്ക് വരിക. അപ്പൊ -2ന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, -2 × -2 × -2 എന്ന് പറഞ്ഞാൽ -8 വരിക. എന്ന് പറഞ്ഞാൽ മൈനസ് നമുക്ക് പുറത്തേക്ക് എടുക്കാം. മൈനസ് എക്സിന്റെ ക്യൂബ് എന്ന് പറഞ്ഞാൽ -x³ എന്ന് എഴുതാം. ഓക്കെ, സിമ്പിൾ ആയിട്ട് -x³ എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ -x³ എന്ന് പറഞ്ഞാൽ ആര് തന്നെയാണ്, f of x ആണ്. ഓക്കെ, അപ്പൊ നോക്കൂ, f of -x നെ -f of x എഴുതി. അപ്പൊ ആരായി ഈ ഫംഗ്ഷൻ, ഏത് ഫംഗ്ഷനായി, ഓഡ് ഫംഗ്ഷനായി. ഓക്കെ, നോക്കൂ, f of x x³ ഗ്രാഫ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താണ് ഈവൺ ഫംഗ്ഷൻ, എന്താണ് ഓഡ് എന്ന് മനസ്സിലാക്കുക, അതെങ്ങനെ ഫൈൻഡ് ചെയ്യുന്നത് നിങ്ങൾ മനസ്സിലാക്കുക, അതിന്റെ ഫോർമാറ്റ്, അതിന്റെ എക്സാമ്പിൾസ് നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളതാണ് പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഈ പേര് പറയുന്നത് പോലെ തന്നെ ഫംഗ്ഷന്റെ പല ഭാഗത്തും പല രൂപത്തിലായിരിക്കും ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. ഓക്കെ, ഇപ്പൊ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാനുള്ള ഒരു ഫംഗ്ഷൻ ആണ് mod x, f of x equal to mod x. mod x ന്റെ ഡെഫിനിഷൻ എന്താണ്, എക്സിന്റെ വാല്യൂ 0യോ 0യിൽ കൂടുതലോ ആണെങ്കിൽ, ഓക്കെ, x ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0 എന്താ, എക്സിന്റെ വാല്യൂ 0 അല്ലെങ്കിൽ 0യിൽ കൂടുതലാണോ പോസിറ്റീവ് ആണെങ്കിൽ
ഈ മോഡ് എക്സിന്റെ വാല്യൂ എന്താണ്? തന്ന എക്സ് തന്നെയാണ്. ഓക്കെ, നമുക്കറിയാം എക്സിന്റെ വാല്യൂ സീറോനേക്കാൾ ചെറുതാണെങ്കിൽ, എക്സ് ലെസ് ദാൻ 0 ആണെങ്കിൽ മോഡ് എക്സിന്റെ വാല്യൂ എന്താണ്? ഡെഫിനിഷൻ എന്താണ്? മൈനസ് എക്സ് എന്നാണ്. ഓക്കെ, അപ്പൊ നോക്കൂ, ഇത് 0 ഭാഗത്തേക്ക് ഡെഫിനിഷൻ എക്സ് എന്നാണ്, 0നേക്കാൾ ചെറിയ വാല്യൂസിന്റെ ഡെഫിനിഷനിൽ മൈനസ് എക്സ് എന്നാണ്. അപ്പൊ ഇത് രണ്ട് രൂപത്തിൽ നമ്മൾ ഇതിനെ ഡിഫൈൻ ചെയ്ത് വെച്ച്, രണ്ട് പാർട്ടായിട്ട്. അപ്പൊ ഇത് ഈ ടൈപ്പ് ഫംഗ്ഷൻ ആണ് എന്ത്? പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ. ഓക്കെ, അതായത് ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ വാല്യൂസും വരും. നോക്കൂ, 0 കൊടുക്കാം, മൈനസ് കൊടുക്കാം, പോസിറ്റീവ് കൊടുക്കാം. അപ്പൊ ഇതിന്റെ ഡൊമൈൻ എന്ന് പറയുമ്പോൾ മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി എന്നാണ് ഇതിന്റെ ഡൊമൈൻ വരിക. പക്ഷേ ഈ ഡൊമൈനിൽ തന്നെ നോക്കൂ, മൈനസ് ഇൻഫിനിറ്റി ഇവിടെയാണ്, ഇൻഫിനിറ്റി ഇവിടെയാണ്. ഓക്കെ, ഇതില് നമ്മളിവിടെ 0 മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 0യും 0ന്റെ മേലേക്കും, അപ്പൊ നമ്മള് ഈ ഭാഗത്തേക്ക് ഒരു ഡെഫിനിഷനാണ് ഫംഗ്ഷൻ ഉള്ളത്. ഇനി 0ന്റെ താഴേക്ക് മറ്റൊരു ഡെഫിനിഷൻ ആണ് ഉള്ളത് ഫംഗ്ഷന്. ഓക്കെ, ഇത്തരം ഫംഗ്ഷൻ ആണ് എന്ത്? പീസ് വൈസ് ഡിഫൈൻഡ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നോക്കൂ, നമുക്ക് എഫ് ഓഫ് എക്സ് മോഡ് എക്സിന്റെ ഗ്രാഫ് നമുക്കറിയാം ഇങ്ങനെയാണ്. ഓക്കെ, 1 കൊടുത്ത വാല്യൂ എന്താണ്? മോഡ് 1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? മോഡ് 1 എന്ന് പറഞ്ഞാൽ വാല്യൂ എത്രയാണ്? 1 ആണ്. മോഡ് 2 എന്ന് പറഞ്ഞാൽ എത്രയാണ്? വാല്യൂ 2 ആണ്. അപ്പോൾ 1ലെ വാല്യൂ എത്രയായിരിക്കും? 1ലെ വാല്യൂ 1 കിട്ടും, ഇവിടെ മാർക്ക് ചെയ്യാം. 2ൽ കൊടുത്താൽ 2 ആൻസർ കിട്ടും, ഇവിടെ മാർക്ക് ചെയ്യാം. മോഡ് 3 എന്ന് പറഞ്ഞാൽ 3 ആണ്, അപ്പോൾ 3ൽ 3 കിട്ടും, ഇവിടെ മാർക്ക് ചെയ്യാം. എന്നിട്ട് നമ്മൾ ലൈൻ വരച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷന്റെ ഗ്രാഫ് ഇങ്ങനെ പോകും. നോക്കും, 0ന്റെ വാല്യൂ എന്താണ്? 0ന്റെ വാല്യൂ മോഡ് 0 എന്നാ 0 ആണ്, അപ്പോൾ 0ൽ ഇവിടെ 0 മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി നോക്കൂ, നെഗറ്റീവ് വാല്യൂ മോഡ് -1 എന്ന് പറഞ്ഞാൽ എത്രയാണ്? നമുക്കറിയാം, മോഡ് -1 കൊടുത്തു കഴിഞ്ഞാൽ എക്സിന്റെ വാല്യൂ 0നേക്കാൾ ചെറുതാണെങ്കിൽ ഒരു എക്സ്ട്രാ മൈനസ് ഇവിടെ കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇവിടെ മൈനസിന്റെ കൂടെ ഒരു മൈനസും കൂടെ ചേർത്താൽ -1 എന്താവും? +1 ആവും. നമുക്കറിയാം മോഡുലസ് എന്താണ്? മൈനസിനെ പ്ലസ് ആക്കുക, പ്ലസ് ആണെങ്കിൽ പ്ലസ് തന്നെ. ഓക്കെ, -2 ആണെങ്കിൽ ഇത് 2 ആവും. അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കിയാൽ മതി, -1 ആണെങ്കിൽ അഗെയിൻ 1 തന്നെയാണ് വരിക, -2 ആണെങ്കിൽ y വാല്യൂ 2 വരും. ഓക്കെ, ഇതേപോലെ -3 ആണെങ്കിൽ y വാല്യൂ 3 വരും. നമ്മൾ ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ വരും. ഇതാണ് എഫ് ഓഫ് എക്സ് മോഡ് എക്സിന്റെ ഗ്രാഫ്. ഇതേപോലെ മറ്റൊരു പീസ് വൈസ് ഫംഗ്ഷൻ എക്സാമ്പിൾ ആണ് എഫ് ഓഫ് എക്സ് -x, എക്സ് ലെസ് ദാൻ 0, 0ന്റെ താഴേക്ക് -x, 0 മുതൽ 1 വരെ x², 1നേക്കാൾ വലുതായിട്ടുള്ള വാല്യൂസിന് 1. ഓക്കെ, ഇതാണ് നമ്മുടെ ഫംഗ്ഷന്റെ ഡെഫിനിഷൻ. ഇത് മറ്റൊരു എക്സാമ്പിൾ ആണ്. ഓക്കെ.